ഇന്നൊരു കഥയായാലോ? അതെ, സാക്ഷാൽ മൂകാംബിക അമ്മയുടെ കഥ. കൊല്ലൂരിലെ പച്ചപ്പിനിടയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധമായ ക്ഷേത്രമാണ് ശ്രീ മൂകാംബിക ആരാധിക്കുന്ന ഈ ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശിഷ്ടമായ ശക്തിപീഠങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. വളരെ കാലം മുമ്പ് മൂകാസുരൻ എന്ന അസുരൻ വലിയ ശക്തിയോടെ ഭൂമിയിൽ ദുഷ്ടത പരത്തുകയായിരുന്നു. അസുരൻ കഠിന തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി. പരമശിവൻ വരം കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ദേവന്മാർ ഭയപ്പെട്ടു. അപ്പോൾ ദേവി സരസ്വതി അവൻ്റെ നാവിനെ നിയന്ത്രിച്ച് മിണ്ടാതാക്കി. അതുകൊണ്ടാണ് അവനെ മൂകാസുരൻ എന്ന് വിളിക്കുന്നത്. അസുരൻ്റെ ക്രൂരതകൾ ദേവലോകത്തും പടർന്നപ്പോൾ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് സരസ്വതി, ലക്ഷ്മി ശക്തികൾ ചേർന്ന് ശക്തിയായ രൂപത്തിൽ അവതരിച്ചു. അതാണ് സാക്ഷാൽ ശ്രീ മൂകാംബിക അമ്മ. അമ്മ അസുരനുമായി ഘോര യുദ്ധത്തിൽ ഏർപ്പെട്ടു. അവസാനം മൂകാസുരനെ വധിച്ചു. മരിക്കുന്നതിന് മുമ്പ് അസുരൻ അമ്മയെ പ്രാർത്ഥിച്ചു. അവനൊരാശയം ഉന്നയിച്ചു. എൻ്റെ പേരും അമ്മയുടെ പേരിൽ ചേർക്കണം. അതായിരുന്നു അവൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് മൂക പ്ലസ് അംബിക, മൂകാംബിക എന്ന പേര് അമ്മയ്ക്ക് വന്നത്. ഇവിടെ അമ്മ മഹാലക്ഷ്മി, സരസ്വതി, പാർവതി ഒരുമിച്ച് ഒരു രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു. വിദ്യാരംഭം ചെയ്യാൻ വളരെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം. ദുഷ്ടനെ നശിപ്പിച്ച് ദേവന്മാരെ രക്ഷിച്ച അമ്മയുടെ ശക്തി നിറഞ്ഞ സ്ഥലമാണ് മൂകാംബിക ക്ഷേത്രം. പിന്നെ അമ്മയുടെ എഴുന്നള്ളത്ത് അതൊരു കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. പൂക്കളാലും ദീപങ്ങളാലും ഈ തേരും ഭക്തജനങ്ങളും ചേർന്നാണ് വലിക്കിടുന്നത്. അലങ്കരിച്ച പല്ലക്കിലും തേരിലും ഒക്കെ ചെണ്ടമേളത്തിൻ്റെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടെ അമ്മയെ എഴുന്നള്ളിക്കുന്നത്. അമ്മ ഭക്തരെ അനുഗ്രഹിക്കാൻ പുറത്തു വരുന്നു എന്നതാണ് ഇതിൻ്റെ വിശ്വാസം. ഇത് നമ്മുടെ കണ്ണിന് മാത്രമല്ല കേട്ടോ, മനസ്സിനും കുളിരേകുന്ന കാഴ്ചകളാണ്. വെറും കാഴ്ചകൾ മാത്രമല്ല, ഭക്തിസാന്ദ്രമായ വളരെ നല്ല നിമിഷങ്ങൾ കൂടിയാണിതൊക്കെ. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ അമ്മയുടെ സന്നിധിക്ക് പുറമെ നിരവധി ചെറിയ സന്നിധികളും കാണാം. ക്ഷേത്രത്തിൽ ആദ്യ ദർശനം ചെയ്യേണ്ടത് ഗണപതി സന്നിധിയാണ്. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ രക്ഷകനായി കണക്കാക്കപ്പെടുന്ന വീരഭദ്രസ്വാമിയുടെ സന്നിധിയും കാണാം. ശിവന് ഉഗ്രരൂപമായ വീരഭദ്രൻ ഭക്തരെ കാത്തു സൂക്ഷിക്കുന്നു എന്ന വിശ്വാസവും നിലനിൽക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ നവഗ്രഹ സന്നിധിയും ഉണ്ട്. ഇവിടെ ഭക്തർ ഗ്രഹദോഷങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ സുബ്രഹ്മണ്യ സന്നിധിയും ഇവിടെ കാണാം. സർപ്പദോഷങ്ങൾക്കും വിദ്യാഭിവൃദ്ധിക്കും വേണ്ടി ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നു. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് സരസ്വതി മണ്ഡപം. ഇവിടെ കുട്ടികൾ വിദ്യാരംഭം കുറിക്കുന്നത് വളരെ വിശിഷ്ടമായി കണക്കാക്കുന്നു, പ്രത്യേകിച്ച് വിജയദശമി നാളിൽ. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അമ്മയുടെ പ്രതിഷ്ഠയിൽ ശിവനും ശക്തിയും ഒരുമിച്ച് നിലകൊള്ളുന്നു എന്നതാണ്. അതുകൊണ്ട് ഇവിടെ ശിവശക്തി ഐക്യം ആരാധിക്കപ്പെടുന്നു. ഭക്തിയുടെയും സമാധാനത്തിൻ്റെ അനുഭവം നൽകുന്ന ഈ വിശുദ്ധ ക്ഷേത്രം ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറുന്നു. അപ്പോൾ അടുത്ത മൂകാംബിക വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.